ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ. ഓക്കെ, കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട്, അതിൻ്റെ ഗൈഡ് ലൈൻസ്, അല്ലേ, അതിൽ വരാവുന്ന കണ്ടൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കിയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ്, അല്ലേ, ഇങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കുട്ടികൾ വരുന്നതാണോ ഓരോ ഗ്രൂപ്പ്, ആരാണ് സൂപ്പർവൈസിങ് ടീച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടും ഉണ്ടാവും ഗ്രൂപ്പിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലേ, എങ്ങനെ സെലക്ട് ചെയ്യാം, ഏത് ടോപ്പിക്ക് എടുക്കാം, എന്താണ് നമുക്ക് നല്ലത്, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടോപ്പിക്. നമുക്ക് ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലേ. ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ടോപ്പിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കണം. അപ്പോൾ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്, അല്ലെങ്കിൽ കുറേയധികം ലിസ്റ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫൈനൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ എന്താ, നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള പറ്റാവുന്ന കുറേ ടോപ്പിക്കുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് PPT, അതുപോലെ തന്നെ PDF അതുപോലെ അയച്ചു തന്നപ്പോൾ അതിലുണ്ട്, അല്ലേ, കുറേ സജസ്റ്റഡ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഏതെങ്കിലും സജസ്റ്റഡ് ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ഒരു ടോപ്പിക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതല്ല, അതിൽ വരാത്തത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താ നമുക്കറിയാം, COVID-19 സിറ്റുവേഷൻ, അല്ലേ, അത് ഇപ്പോഴും നമ്മൾ ഒരു ത്രെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ റിസ്ക് നമുക്ക് വരാത്ത തരത്തിൽ, അല്ലെങ്കിൽ മിനിമം റിസ്ക് എടുക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വളരെയധികം റിസ്ക് ഏറ്റെടുക്കാത്ത തരത്തിൽ വേണം പബ്ലിക് കോണ്ടാക്റ്റ് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കും അതിൻ്റെ ഡാറ്റ കളക്ഷനും അതിൻ്റെ ഡാറ്റ അനാലിസും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ക്ലിയർ? മേ ബി റിപ്പോർട്ട് പ്രിപ്പറേഷൻ സമയമാകുമ്പോഴേക്കും ഇതെല്ലാം ഈ സിറ്റുവേഷനൊക്കെ ഓവർകം ആവും നമ്മൾ വിചാരിക്കുന്നു. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ടൈപ്പ് സെറ്റിങ്ങോ പ്രിൻറ്റിങ്ങോ ഒക്കെ ആ സമയമാകുമ്പോഴേക്കും, പക്ഷേ അതിന് മുമ്പ് വരെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യണം, അല്ലേ. ഇപ്പോൾ സാധാരണ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ഷൻ, പ്രൈമറി ഡാറ്റയൊക്കെയാണ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കിൽ നിന്നാണ് ഇപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, അല്ലേ, നിങ്ങളുടെ വില്ലേജ് ഇതിനെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റഡി ചെയ്തുകൂടെ, കൺസംഷൻ ഹാബിറ്റ്, ക്ലിയർ, ഇൻ പർട്ടിക്കുലർ വില്ലേജ്, ഓക്കെ, ഓർ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കൺസംഷൻ ഹാബിറ്റ് ഓഫ് പീപ്പിൾ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദാറ്റ് പർട്ടിക്കുലർ വില്ലേജ്, ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ നിന്ന് കുറച്ച് പേര് എന്ത് ചെയ്യണം, സാമ്പിൾ കളക്ട് ചെയ്യണം, അല്ലേ. അപ്പോൾ ഈ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറമേ ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ കൊടുക്കേണ്ടി വരും, അത് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ പബ്ലിക് കോണ്ടാക്റ്റ് വരുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല, നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ നിങ്ങൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ക്വസ്റ്റ്യനെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അതിന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള പ്രദേശത്ത് പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് എന്തായിട്ട് മാറും, ഇറ്റ് വിൽ ബിക്കം എ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസ്കി സിറ്റുവേഷനായിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ടോപ്പിക്സ് എടുക്കാതിരിക്കുക. പബ്ലിക് കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ടോപ്പിക്, അല്ലേ. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, നമുക്ക് പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചും ചെയ്യാം, സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാം, അല്ലേ. സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി നല്ല പ്രോജക്റ്റുകളുണ്ട്, അപ്പീലിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്, അങ്ങനെയുള്ള ടോപ്പിക് ഉണ്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ചൊരു ചെറിയൊരു ഗ്ലിംസ് ഒക്കെ നേരത്തെ നമ്മൾ തന്നിരുന്നു, അല്ലേ. പല വെബ്സൈറ്റുകളിലും ഡാറ്റയുണ്ട്, നമുക്ക് അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയുണ്ട്, അല്ലേ. ഫോർ എക്സാമ്പിൾ, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകം ടാക്സ് ഇന്ത്യ e-filing ഡോട്ട്, അല്ലേ, അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതുപോലെ GSTയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ GST കളക്ഷൻ, മന്ത്ലി വൈസായുള്ള GST കളക്ഷൻ ഉണ്ട്, ഓരോ സ്റ്റേറ്റ്സിൻ്റെ സ്റ്റേറ്റ് വൈസായുള്ള ബ്രേക്കപ്പ് വരും, SGST, CGST, IGST, ആ രീതിയിലുള്ള ബ്രേക്കപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറേ ഒരു വർഷത്തെ 2 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് GSTയുടെ കളക്ഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, കോവിഡുമായി ബന്ധപ്പെട്ട് അത് കുറഞ്ഞു പോയിട്ടുണ്ടോ, എന്താ, ഇങ്ങനെയുള്ള ഇമ്പാക്റ്റൊക്കെ സ്റ്റഡി ചെയ്യാൻ നമുക്ക് എവിടെയും പോകണ്ട, വെബ്സൈറ്റ് മാത്രം നോക്കിയാൽ മതി. അതുപോലെ ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ, ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും കളക്ഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരു 2-3 വർഷത്തെ ഡാറ്റയൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻക്രീസ് ചെയ്യുന്നതോ ഡിക്രീസ് ചെയ്യുന്നതോ, ഓരോന്നിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്, ക്ലിയർ, ഏതാണ് കൂടുതൽ, ഇങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ മതി. ഇതിനൊക്കെ സെക്കൻഡറി ഡാറ്റ തന്നെ ഉപയോഗിക്കാം, ഇതിലൊന്നും പ്രൈമറി ഡാറ്റ ആവശ്യമില്ല, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ വളരെ വെബ്സൈറ്റ് നോക്കി നമുക്ക് ഡാറ്റ എഴുതിയെടുത്ത് അതിനെ ഡാറ്റയാക്കി ഉപയോഗിച്ച്
ആ ഒതൻറ്റിസിറ്റി നമ്മൾ ഉറപ്പ് വരുത്തണം. വെറുതെ ഒരു ബോഗസ് ഡാറ്റ എടുത്തുകൊണ്ട് ചെയ്യരുത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, അതിലുള്ള ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക, എന്നിട്ട് അതിനെ ബേസ് ഇട്ട് ടേബിളും ഗ്രാഫൊക്കെ ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും സെക്കൻഡറി ഡാറ്റ അനുസരിച്ച്. പക്ഷേ പ്രൈമറി ഡാറ്റ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റനെയർ കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കാം, അതിന് നമുക്ക് ഒട്ടനവധി മാർഗങ്ങളുണ്ട്. സോ ഇഫ് യു ആർ സോ സ്പെസിഫിക് ഇൻ കളക്ടിങ് പ്രൈമറി ഡാറ്റ ആൻഡ് മേക്കിംഗ് എ പ്രോജക്റ്റ് റിപ്പോർട്ട് അണ്ടർ പ്രൈമറി ഡാറ്റ കളക്ഷൻ, ക്ലിയർ, അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൈമറി റിസർച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റനെയർ തയ്യാറാക്കേണ്ടി വരും. ഈ ക്വസ്റ്റനെയർ നിങ്ങൾ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം. എന്നിട്ട് ഗൂഗിൾ ഫോം മെയിലിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ മെയിൽ ഐ ഡി എല്ലാവരുടെയും വേണം, അതല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വേണം, അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഷീറ്റിൽ എഴുതി തയ്യാറാക്കിയിട്ട് അത് വാട്സപ്പിലൂടെയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡിസമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. വാട്സപ്പിലൂടെ തന്നെ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിലിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, മെയിലിലൂടെ തന്നെ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം പോലുള്ള ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഡാറ്റ ഓൺലൈനായിട്ട് കളക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും മെഷേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രൈമറി ഡാറ്റ നന്നായിരിക്കും, ക്ലിയർ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് റിസ്കി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസിങ് ടീച്ചറെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺ പറഞ്ഞ് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, so that is my first point, clear. Then select a better topic that is useful and convenient for you, clear. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സിറ്റുവേഷനിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് കൺവീനിയൻസിനായിരിക്കണം. കാരണം എന്താ, യൂസ്ഫുൾനെസ്സിനും വേണം, കൺവീനിയൻസിനും വേണം. നമ്മുടെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന കുറേ ആൾട്ടർനേറ്റീവ് ഉണ്ട് അല്ലേ. നമ്മുടെ ഒരു പ്രോജക്റ്റാണ്, അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും നല്ലൊരു ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക, ക്ലിയർ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും അല്ലേ ആ രീതിയിൽ. അല്ലെങ്കിൽ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു അപ്ലിക്കേഷൻ അല്ലേ, ഒരു തിയറിറ്റിക്കൽ നോളജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രോജക്റ്റ് വാല്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ അവർക്ക് തോന്നണം. നമ്മളത് പഠിച്ച കാര്യം നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നാൻ പറ്റുന്ന, യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ അതിനെ വിനിയോഗിച്ചെന്ന് തോന്നാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ. അത്തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ കൺവീനിയൻ്റ് ആയിട്ടൊരു ടോപ്പിക് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ നൈബർഹുഡിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സസിബിലിറ്റി ഉള്ളതോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ പാരൻസോ അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ വർക്ക് ചെയ്യുന്ന ഫേമോ അല്ലേ, അതൊന്നും അല്ലെങ്കിൽ അതുമായി ബന്ധം നിങ്ങളുടെ ലോക്കൽ കൺവീനിയൻസ് എന്താണോ അതിനനുസരിച്ചുള്ള ലോക്കലി അവൈലബിൾ ഡാറ്റ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്, ക്ലിയർ. അങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ക്ലിയർ. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം, ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്ക് എന്ത് ചെയ്യണം, ഗൈഡ് സൂപ്പർവൈസിങ് ടീച്ചറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ, ഇതിൽ ഇന്ന അനാലിസിസ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം, അല്ലേ. വാട്ട് വി ആർ ഇൻറ്റൻഡിങ് ടു ഡു അല്ലേ, വാട്ട് വി ആർ എക്സ്പെക്ടിങ് ടു ഡു ഓർ വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു. അപ്പോൾ അത്തരത്തിലൊരു ഭാവി പിക്ചർ, ക്ലിയർ. ഈ ടോപ്പിക് കൊണ്ട് ഞാൻ എന്ത് പഠിക്കണം അല്ലേ, എന്തിനാണ് ഈ ടോപ്പിക് പഠിക്കുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഇത് കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ എന്ത് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ഡാറ്റ ആയിരിക്കും നമ്മൾ കളക്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുറച്ച് കാര്യങ്ങൾ വേഗമായിട്ടുള്ളൊരു ഐഡിയകൾ നിങ്ങളുടെ വേണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങളുടെ സൂപ്പർവൈസിങ് ടീച്ചർക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്കൊരു ക്വസ്റ്റനെയർ തയ്യാറാക്കണമെങ്കിൽ അതിനെ തയ്യാറാക്കാനുള്ള ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ, ക്ലിയർ. സോ ഡിസൈഡ് അപ്പോൺ യുവർ ടോപ്പിക് ഫസ്റ്റ്, ക്ലിയർ. നിങ്ങളുടെ ടോപ്പിക് എന്താണെന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, ക്ലിയർ. Then selection of topic, clear, so is so important as all other activities are related to the project depends on it, clear. നിങ്ങളുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും അല്ലേ, നിങ്ങൾ ഇൻട്രഡക്ഷൻ ചാപ്റ്റർ എഴുതുന്നതായിക്കോട്ടെ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുന്നതായിക്കോട്ടെ, തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എഴുതുന്നതായിക്കോട്ടെ, ഡാറ്റ കളക്ട് ചെയ്യുന്നതും ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതും അതിൻ്റെ അല്ലേ ഇൻഫറൻസ് എടുക്കുന്നതും ഫൈൻഡിങ്സ് എടുക്കുന്നതും ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ ടോപ്പിക് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ സെലക്ട് ചെയ്ത് നമ്മൾ കുറേ പ്രോഗ്രസ് ആയിട്ട് പിന്നീട് പിന്നോട്ട് പോകാനേ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തിട്ട് വരും, ഏറ്റവും നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലേ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മൾക്കറിയാവുന്ന അല്ലേ, നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അല്ലേ, ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുക, നന്നായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുക, നല്ലൊരു അഭിപ്രായം നിങ്ങൾക്കുള്ളത് അല്ലേ, അത് ബാങ്കിങ് ആവാം, ഇൻഷുറൻസ് ആവാം, ടാക്സ് ആവാം, അക്കൗണ്ടിങ് ആവാം, ക്ലിയർ. ഇങ്ങനെയുള്ള ഏത് മേഖലയിലാവാം, അപ്പോൾ മാർക്കറ്റിംഗ് ആവാം, പ്രൊഡക്ഷൻ ആവാം, ഫിനാൻസ് ആവാം, ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്കോപ്പുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ റിസോഴ്സ്ഫുൾ ആയിട്ടെന്ന് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പഠിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, അതുമായി പ്രൊസീഡ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ഫീസിബിൾ. സോ ദ ടോപ്പിക് മേ ബി ഔട്ട് ഓഫ് എ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലേ. സാധാരണ നമ്മൾ ടോപ്പിക് എടുക്കുമ്പോൾ
സാധാരണ ചെയ്യുന്ന കുറച്ചുകൂടെ വലിയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ അത് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈപ്പത്തസിസ് ഫ്രെയിം ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിസർച്ച് സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിക് അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും വരിക. ക്ലിയർ? അപ്പോൾ നോർമലി ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, സോ ഇറ്റ് മേ ലീഡ് ടു എ റിസർച്ച് ക്വസ്റ്റ്യൻ. ക്ലിയർ? അല്ലെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, അങ്ങനെ അതിന് റിലവൻസ് ഉള്ളത്. സോ ഫ്രെയിമിംഗ് ഓഫ് ഹൈപ്പത്തസിസ്, അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ പോലെ നമ്മൾ പറയണം. എന്താണ് ഇതെന്ന് വെച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരരുത്, അല്ലെങ്കിൽ നിങ്ങൾ വേഗമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരരുത് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ക്ലിയർ? സോ ഫ്രെയിമിംഗ് ഓഫ് ഹൈപ്പത്തസിസ്, നമുക്ക് എങ്ങനെയാണ് ഒരു ഹൈപ്പത്തസിസ് ഫ്രെയിം ചെയ്യാൻ പറ്റുക റിസർച്ചിന് വേണ്ടി, അല്ലേ? സോ ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പിക് നോക്കൂടെ, സേവിങ് ഹാബിറ്റ് അമംഗ് സ്റ്റുഡൻസ്. നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുക. സേവിങ് ഹാബിറ്റ് അമംഗ് സ്റ്റുഡൻസിനിടയിൽ, അല്ലെ, കോളേജ് സ്റ്റുഡൻസിനിടയിൽ സേവിങ് ഹാബിറ്റ് ഉണ്ടോ ഇല്ലയോ അത് നമുക്കറിയണം, അല്ലേ? അപ്പോഴാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ ഒരു അഭിപ്രായമാണ്. ഇപ്പോൾ നിങ്ങളൊരു വിഷയം എടുത്തു എന്ന് വിചാരിക്കുക, അല്ലേ? സേവിങ് ഹാബിറ്റ് അമംഗ് കോളേജ് സ്റ്റുഡൻസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് തന്നെ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് വരും, അല്ലേ? എന്താണ് ജഡ്ജ്മെൻറ്റ്? ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് തന്നെ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ്, അല്ലേ, വന്നിട്ടുണ്ട്. എന്താണത്? ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ. ഗേൾസ് സ്റ്റുഡൻസ് ആർ ഹാവിങ് ഹൈ ഡിഗ്രി ഓഫ് സേവിങ് ഹാബിറ്റ് ദാൻ ബോയ്സ് സ്റ്റുഡൻസ്. മെയിൽ സ്റ്റുഡൻ്റ് ഉണ്ട്, ഫീമെയിൽ സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഫീമെയിൽ സ്റ്റുഡൻസിന് മെയിൽ സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ സേവിങ് ഹാബിറ്റ് ഉണ്ട് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. സേവിങ് ഹാബിറ്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ എനിക്കിങ്ങനെയാണ് തോന്നിയത്. ക്ലിയർ? ഇനി ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു ഹൈപ്പത്തസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഹൈപ്പത്തസിസ് ഞാൻ ഇവിടെ എന്തായിട്ട് വരുന്നു, ഇതിനെ നമ്മൾ, അല്ലേ, നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും എന്ന് പറയും, അല്ലേ? ഇപ്പോൾ ഞാനൊരു ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്ത് നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? ഇപ്പോൾ ഞാൻ പറയുകയാണെന്ത്, അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച്, എൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച്, ക്ലിയർ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, ക്ലിയർ, ഞാൻ വിചാരിക്കുന്നു ഫിമെയിൽ സ്റ്റുഡൻസിന് കൂടുതൽ സേവിങ് ഹാബിറ്റ് ഉണ്ട് മെയിൽ സ്റ്റുഡൻസിനേക്കാളും. ഓക്കെ, ഇത് വെറുതെ പറഞ്ഞതുകൊണ്ട് മതിയാവോ? ഇല്ല. ക്ലിയർ? അപ്പോൾ ഈ ഹൈപ്പോത്തസിസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു അസംഷൻ എന്ത് ചെയ്യണം, അല്ലേ, ഇങ്ങനെ ഒരു സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രൂവ് ചെയ്യണം, അല്ലേ, തെളിയിക്കണം. എനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ വേറൊരാളെ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വിചാരിക്കുക. ക്ലിയർ? എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ പറഞ്ഞത്, അല്ലേ, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇന്നതൊക്കെയാണ് ഡാറ്റ, ഇന്നതൊക്കെയാണ് എനിക്ക് കിട്ടുള്ള ഇൻഫർമേഷൻ, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, അല്ലേ? അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? സോ വി റിക്വയർ സർട്ടൻ ഡാറ്റ, അല്ലേ? സോ ഹൗ വി ക്യാൻ വാലിഡേറ്റ് അവർ ഹൈപ്പത്തസിസ്, അല്ലേ? ഇതിൽ ഹൈപ്പത്തസിസ് നമ്മൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്യും? അപ്പോൾ ഞാനത് നൾ ഹൈപ്പത്തസിസ് സെറ്റ് ചെയ്തു, അല്ലേ? ഇതിൻ്റെ ആൾട്ടർനേറ്റ് ഹൈപ്പത്തസിസ് എന്താ നമുക്കറിയാം, അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണത്? ഈ ഗേൾസ് സ്റ്റുഡൻസിന് ബോയ്സ് സ്റ്റുഡൻസിനേക്കാളും സേവിങ് ഹാബിറ്റ് ഇല്ല, അല്ലെങ്കിൽ രണ്ടിലും വ്യത്യാസമൊന്നുമില്ല, അല്ലേ? ഇതാണ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ നള്ളും ആൾട്ടർനേറ്റീവ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യണമെന്ന് ഇല്ല. നിങ്ങൾ ഡിഗ്രി ലെവലിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ഒന്ന് സെറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതർവൈസ് നമുക്ക് സിംപ്ലി ഒരു ടോപ്പിക്, അല്ലേ, സേവിങ് ഹാബിറ്റ് അമംഗ് കോളേജ് സ്റ്റുഡൻസ്, അത് വെച്ചിട്ട് ഒരു അസംഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാം, ഹൈപ്പോത്തസിസ് ഇല്ലാതെ തന്നെ ചെയ്യാം. ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇനി ചെയ്യുക? എൻ്റെ ഒരു മെത്തഡോളജിക്കലായിട്ടുള്ളൊരു ഫ്ലോ കിട്ടാൻ വേണ്ടി അത് പറയാം. ക്ലിയർ? അപ്പോൾ നമ്മളൊരു ഹൈപ്പോത്തസിസ് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? എനിക്കിത് വാലിഡേറ്റ് ചെയ്യണം, തെളിയിക്കണം, അല്ലേ, പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഫോർ വിച്ച് വി റിക്വയർ ഡാറ്റ, അല്ലേ? സപ്പോർട്ടിങ് ഡാറ്റ വേണം. അപ്പോൾ സപ്പോർട്ടിങ് ഡാറ്റ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഡാറ്റ കളക്ട് ചെയ്യണം, അല്ലേ? എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം? അപ്പോൾ സേവിങ്സിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സേവിങ്സ് പറഞ്ഞാൽ വെറുതെ കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? മെയിൽ സ്റ്റുഡൻസും ഫീമെയിൽ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? ഡാറ്റ റിലേറ്റഡ് ടു ഇൻകം, അവരുടെ ഇൻകം എന്തൊക്കെയാണോ ചോദിക്കണം, അല്ലേ? എത്ര ഇൻകം കിട്ടുമെന്ന് ചോദിക്കണം. മന്ത്ലി ആണോ, പീരിയോഡിസിറ്റി ഞാൻ ചോദിക്കണം. കൺസംഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കണം. എത്ര എമൗണ്ട് കൺസ്യൂം ചെയ്യണമെന്ന് ചോദിക്കണം. എപ്പോഴൊക്കെയാണ് കൺസ്യൂം ചെയ്യുക, അങ്ങനെ ചോദിക്കണം, അല്ലേ? ഈ ഇൻകം മൈനസ് കൺസംഷൻ കഴിഞ്ഞ് സേവിങ്സ് എത്രയുണ്ട് ചോദിക്കണം, അല്ലേ? സേവിങ്സിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കണം. സേവിങ്സിൻ്റെ പീരിയോഡിസിറ്റി ചോദിക്കണം, അല്ലേ? ഇനി സേവിങ്സ് അഥവാ കയ്യിലുണ്ടെങ്കിൽ ആ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ ചോദിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് സേവ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ് ഓഫ് സേവിങ് എന്താണെന്ന് ചോദിക്കണം. ക്ലിയർ? ഫ്യൂച്ചർ കണ്ടീജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ടാണോ, എക്സ്കർഷൻ പോകാൻ വേണ്ടിയിട്ടാണോ, അല്ലേ? അങ്ങനെ സേവിങ്സ് ഒരാൾ കോളേജ് സ്റ്റുഡൻസ് ഇപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് പല ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് എനിക്കറിയണം, അല്ലേ? ഇതെല്ലാം ഞാൻ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി,
അപ്പോൾ പേര്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതെല്ലാം ഞാൻ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം കൊടുത്തു. പിന്നീട് ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ അവരിൽ നിന്ന് കളക്ട് ചെയ്തു. ക്ലിയർ? ഇൻകം, കൺസംഷൻ, സേവിങ്സ്, ക്ലിയർ? പീരിയഡ്, എമൗണ്ട്, ക്ലിയർ? അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് ഞാൻ ക്വസ്റ്റ്യൻ തയ്യാറാക്കി. അപ്പോൾ ഒരു 10 12 അല്ലെങ്കിൽ 15 20 ക്വസ്റ്റ്യൻ കിട്ടി. ക്വസ്റ്റ്യൻ റെഡിയായി. ഇനി എന്ത് ചെയ്യണം? ഇത് കളക്ട് ചെയ്യണം അല്ലേ? ക്വസ്റ്റ്യൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടു ബി കളക്ടഡ് ഫ്രം സ്റ്റുഡൻറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെത്തും കളക്ട് ചെയ്യണം. അപ്പോൾ ഇനി എനിക്ക് അടുത്ത് ഞാൻ നേരിടുന്ന വേറൊരു പ്രശ്നം അല്ലേ? ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, എവിടെ നിന്ന്, ആരിൽ നിന്ന് കളക്ട് ചെയ്യും, എത്ര പേരെ സെലക്ട് ചെയ്യും അല്ലേ? നമ്മുടെ കോളേജിൽ നിന്നുള്ള കുട്ടികളാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ 420 450ഓളം കുട്ടികളുണ്ട്. ഈ 450ഓളം കുട്ടികളിൽ നിന്ന് എങ്ങനെ ഞാൻ മുഴുവൻ പേരിൽ നിന്ന് കളക്ട് ചെയ്യണോ, അതോ കുറച്ച് പേരിൽ നിന്ന് കളക്ട് ചെയ്താൽ മതിയോ അല്ലേ? അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സാമ്പിളിങ്ങിനെ കുറിച്ച് ചിന്തിക്കണം അല്ലേ? സാമ്പിൾ സൈസ് എത്രയാണെന്ന് ചിന്തിക്കണം. ക്ലിയർ? സാമ്പിളിംഗ് മെത്തേഡ് റാൻഡം വേണോ, കോട്ട സാമ്പിളിംഗ് വേണോ അല്ലേ? അല്ല നമ്മൾ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് മതിയോ, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ചെയ്യണോ? ക്ലിയർ? ഇങ്ങനെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ സാമ്പിളിംഗ് മെത്തേഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. ക്ലിയർ? സാമ്പിൾ സൈസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ കുറേ ആസ്പെക്ട്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഹൈപ്പോതിസിസ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലേ, ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ അനുബന്ധിച്ച് വരാൻ തുടങ്ങി. ക്ലിയർ? ഇത് തന്നെയാണ് നമ്മളൊരു സാധാരണ റിസർച്ച് സ്റ്റഡി ചെയ്യുമ്പോഴും ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റഡി ചെയ്യുമ്പോഴും ഒരു ഹൈപ്പോത്തിസിസ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേ ഒരു മെത്തേഡാണ് അല്ലേ? നമ്മളൊരു പ്രോബ്ലം, ഒരു ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ക്ലിയർ? അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ എന്താണ് അല്ലേ? ആരിൽ നിന്ന് കളക്ട് ചെയ്യണം, എത്ര പേരിൽ നിന്ന് കളക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എത്ര ബോയ്സിൽ നിന്ന് കളക്ട് ചെയ്യണം, എത്ര ഗേൾസിൽ നിന്ന് കളക്ട് ചെയ്യണം. ക്ലിയർ? ഏത് ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളായിരിക്കണം. ക്ലിയർ? ഫസ്റ്റ് ഇയർ എന്ന് വേണോ, സെക്കൻഡ് ഇയർ എന്ന് വേണോ, തേർഡ് ഇയർ എന്നുള്ള കുട്ടികൾ മതിയോ? ക്ലിയർ? BCom എന്ന് വേണോ, BA എന്ന് വേണോ, അല്ലെങ്കിൽ BSc എന്ന് വേണോ, അല്ല മൂന്നിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വേണോ? ഇനി ഈ കുട്ടികളെ എങ്ങനെ എടുക്കണോ? റാൻഡമായിട്ട് എടുക്കണോ, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എടുക്കണോ, അല്ലെങ്കിൽ കൺവീനിയൻസ് അനുസരിച്ച് എടുക്കണോ, നമ്മുടെ ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കണോ അല്ലേ? ഇങ്ങനെയുള്ള ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ സാമ്പിൾ സൈസ്, സാമ്പിളിംഗ് മെത്തേഡ്, ക്ലിയർ? ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അതെ. അതുപോലെ ഫ്രെയിമിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിന് എക്സാമ്പിളായിട്ട് കുറച്ച് വെറുതെ പറഞ്ഞു, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയണം കേട്ടോ. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ തന്നെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ക്ലിയർ? സോ മെൻ വാച്ച് മോർ ISL ഫുട്ബോൾ മാച്ച് ദാൻ വുമൻ അല്ലേ? ഇപ്പോൾ ISL ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. ക്ലിയർ? എന്ത്? ISL ഫുട്ബോൾ മാച്ച് കൂടുതൽ കാണുന്നത് വുമണിനേക്കാളും മെന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക? വേറൊരാൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ISL മാച്ച് വ്യൂ ചെയ്യുന്ന, കാണുന്ന, TV കാണുന്ന, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ തന്നെ കൊടുക്കണം. ക്ലിയർ? TV വ്യൂവേഴ്സിൻ്റെ ഇടയിലുള്ള സ്റ്റഡിയാണ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ടോപ്പിക്കിൽ തന്നെ അത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ എന്ത് ചെയ്യുന്നു? ഡാറ്റ കളക്ട് ചെയ്യുന്നു. എത്ര ഡാറ്റ വേണം, എത്ര ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്യണം, റാൻഡമായിട്ട് കളക്ട് ചെയ്യണോ അല്ലേ? ഇപ്പോൾ സാമ്പിൾ സൈസ്, സാമ്പിളിംഗ് മെത്തേഡ്, ക്ലിയർ? അതിൻ്റെ നമ്മുടെ സാമ്പിൾ സ്പേസ് എവിടെയാണ് അല്ലേ, ലൊക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ നമ്മൾ 100 സാമ്പിൾ കളക്ട് ചെയ്തു, അതിൽ 50 മെന്നാണ്, 50 വുമൺ ആണ്. ക്ലിയർ? എന്നിട്ട് അവരടുത്ത് ചോദിച്ചു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ക്ലിയർ? അപ്പോൾ അതിൽ പറയാണ് 50 മെയിൽസിലെ മിക്കവാറും ആൾക്കാരും 80% ഓഫ് ദ മെയിൽസും പറഞ്ഞു ISL കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വുമൻസിൻ്റെ കേസ് എടുത്തപ്പോൾ പറഞ്ഞു അതിൽ കുറേ ആളുകൾ, ഒരു 50% ആൾക്കാർ അല്ലെങ്കിൽ 40% ആൾക്കാർ മാത്രമേ ISL വാച്ച് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാലിഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതാ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അല്ലേ? ISL മാച്ചിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ചോദിച്ചിരുന്നു. ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്നാൽ കിട്ടിയ ഇൻപുട്ട് ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്നതാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? മോർ നമ്പർ ഓഫ് മെയിൽസ് ആർ വാച്ചിങ് ISL മാച്ച്. ക്ലിയർ? ഫീമെയിൽസ് വളരെ കുറച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് അല്ലേ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ്, ഇറ്റ് ഈസ് ഇൻ്റർപ്രെറ്റഡ് ദാറ്റ് മെൻ ആർ വാച്ചിങ് മോർ ISL ഫുട്ബോൾ മാച്ച് ദാൻ വുമൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദാറ്റ് ഇസ് എ പർപ്പസ്. അതുപോലെ തന്നെ അർബൻ ഗേൾസ് യൂസസ് മോർ കോസ്മെറ്റിക് ദാൻ റൂറൽ ഗേൾസ് അല്ലേ? നമ്മളിപ്പോൾ ഗേൾസ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുക, കോസ്മെറ്റിക് യൂസിനെ കുറിച്ച് അല്ലേ? അപ്പോൾ നമുക്കൊരു നോർമലി വരുന്നതാണ് സിറ്റി പ്രദേശങ്ങൾ, ടൗണിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണോ അതോ റൂറലുള്ള ഗേൾസ് സ്റ്റുഡൻസ് ആണോ കൂടുതൽ കോസ്മെറ്റിക് ഉപയോഗിക്കുക?
അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അർബൻ റൂറലായിട്ട് വരുന്ന കുറച്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് സാമ്പിൾ സൈസ് എടുത്ത് അല്ലേ, അതിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്ത് അതിനുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നമ്മൾ കൊടുത്ത് ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ഒരു അസംഷനോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മാത്രമേ ആവുന്നുള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് വേണം? നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം, ആ ഡാറ്റ അനലൈസ് ചെയ്യണം. ക്ലിയർ? മെൻ യൂസസ് മോർ സ്മാർട്ട് ഫോൺ ദാൻ വുമൺ അല്ലേ, അതൊരു ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ നമുക്ക് ഏതും. അതുപോലെ BSNL ഓഫേഴ്സ് മോർ എക്കണോമിക് ഡാറ്റ പ്ലാൻ ദാൻ സെല്ലുലാർ ഫോൺ അല്ലേ, അതർ സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ്. മറ്റുള്ള സെല്ലുലാർ ഓപ്പറേറ്റേഴ്സിനേക്കാളും BSNL കൂടുതൽ എക്കണോമിക് ആയിട്ട് ഡാറ്റ പ്ലാൻ നൽകുന്നു. ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. ഇതിനെ സെറ്റ് ചെയ്യാൻ, ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക്? അപ്പോൾ ഇവിടെ പ്രൈമറി ഡാറ്റ തന്നെ വേണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കും. അപ്പോൾ BSNLൻ്റെ പ്ലാൻസിനെ കുറിച്ചും അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ പീരീഡ്, അതിൻ്റെ എമൗണ്ട് അല്ലേ, അതിൻ്റെ ഡാറ്റ കവറേജ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. മറ്റുള്ള 1, 2, 3 ഇമ്പോർട്ടൻറ്റ് കോമ്പറ്റീറ്റേഴ്സിന് എടുക്കണം. രണ്ടിനും തമ്മിൽ എന്ത് ചെയ്യണം? കമ്പാരിറ്റീവ് അല്ലേ, ഓരോ ആസ്പെക്ട്സിനെ വെച്ചിട്ട് ക്ലിയർ നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആ കമ്പാരിസൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതർവൈസ് പ്രൈമറി ആയിട്ട് ചെയ്യുകയാണെങ്കിലോ സെൽഫോൺ യൂസ് അല്ലെങ്കിൽ സെല്ലുലാർ യൂസേഴ്സിൻ്റെ അല്ലേ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനെയർ കൊടുക്കണം. എന്നിട്ടോ അതിൽ BSNLൻ്റെ ആൾക്കാർ വേണം, മറ്റുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ക്ലിയർ അവരുടെ പ്ലാനുകൾ എടുത്തിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് വേണം. ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരിൽ നിന്നെല്ലാം നമ്മൾ ചോദിച്ചിട്ട് ഏതാണ് ചോദിച്ച് അല്ലേ, ഏതാണ് നല്ലത് ഡാറ്റ ഇതിനനുസരിച്ച് നെറ്റ്വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ, അല്ല സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ, ഡൗൺലോഡ് അപ്ലോഡ് സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ, അങ്ങനെ കുറേയധികം ആസ്പെക്ട്സിനൊക്കെ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ പൈസയുടെ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് അവസാനം എന്ത് പറയാം? BSNL ആണ് നല്ല ബ്രാൻഡ് അല്ലേ, എക്കണോമിക്കൽ ബ്രാൻഡ് നമുക്ക് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഇല്ല, അങ്ങനെയല്ല ക്ലിയർ, നമ്മുടെ ഹൈപ്പോത്തിസിസ് തെറ്റായിരുന്നു, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്. ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു പിക്ചർ കിട്ടും അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടി എന്ത് ഡാറ്റ കളക്ട് ചെയ്യുക, ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചോദ്യം ചോദിക്കണം, എന്ത് ചോദ്യം ചോദിച്ചാലാണ് അവർ എങ്ങനെ മറുപടി തരിക അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വേണം, ആ ക്വസ്റ്റ്യനിലുള്ള ആൻസർ എങ്ങനെ വേണം, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതാറുണ്ട് ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ അബൌട്ട് ദ റിസർച്ച് ക്വസ്റ്റിനെ കുറിച്ച് കാണിക്കേണ്ടി വരും, റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് കാണിക്കണം അല്ലേ, നമ്മൾ ഹൈപ്പോത്തിസിസിനെ കുറിച്ച് കാണിക്കണം. ക്ലിയർ? ഇതാണ് പ്രോബ്ലം ഡെഫിനേഷൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം ഡെഫിനേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം എന്നൊക്കെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ ക്ലിയർ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. അത് അങ്ങനെ വേണോ അല്ലെങ്കിൽ ഇതൊക്കെയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വരുത്തണം. ക്ലിയർ? ഓക്കെ. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് പോലുള്ള ഏതെങ്കിലും ജനറൽ ടോപ്പിക്സ് നമ്മൾ സെക്കൻഡറി ഡാറ്റയാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹൈപ്പോത്തിസിസ് ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ. എന്താണ് നമുക്ക് ഡാറ്റ വേണ്ടത്? നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. എന്തൊക്കെയാണ് ഡാറ്റ എടുക്കണം? അപ്പോൾ P&L അക്കൗണ്ട് എടുക്കണം, ബാലൻസ് ഷീറ്റ് എടുക്കണം അല്ലേ. ഇന്ന് അസറ്റ്സ് വേറെ ആക്കണം, ലയബിലിറ്റി വേറെ ആക്കണം, നോൺ കറണ്ട് അസറ്റ്സും വേറെ ആക്കണം, നോൺ കറണ്ട് ലയബിലിറ്റിയും വേറെ ആക്കണം അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റ. അതിന് നമുക്ക് എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ. ക്ലിയർ? സോ ഫ്രെയിമിങ് ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി. ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വർഷങ്ങളൊക്കെ ചില കുട്ടികൾ നന്നായിട്ടൊക്കെ അനാലിസിസ് ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു എക്സ്റ്റേണൽ വാല്യൂർ വരുന്ന സമയത്ത്, അതുപോലെ ഞങ്ങൾ ഇവിടുന്ന് വേറെ ഏതെങ്കിലും കോളേജിലൊക്കെ വാല്യൂ ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രോജക്റ്റ് നോക്കുമ്പോൾ നല്ല അനാലിസിസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഒബ്ജക്റ്റീവ് ഒക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൈറ്റിൽ നോക്കുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു ടൈറ്റിലായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ടതേ അല്ല, റിലവൻ്റ് ആയിട്ടുള്ള ടൈറ്റിലേ ആയിരിക്കില്ല. ക്ലിയർ? അപ്പോൾ നോർമലി എന്താവും? നമ്മുടെ ടൈറ്റിൽ തന്നെ മാറിപ്പോയി, നമ്മുടെ സ്റ്റഡി തന്നെ മാറിപ്പോയി. അപ്പോൾ നമുക്ക് മുഴുവൻ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ? അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെ നമ്മുടെ പഠനത്തിന് കൊടുക്കണം, പ്രോജക്റ്റ് റിപ്പോർട്ടിന് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഷുഡ് ബി റിലവൻറ്റ് ടു ദ ടോപ്പിക് ഓഫ് യുവർ സ്റ്റഡി. നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, നിങ്ങളുടെ റിസർച്ച് എന്താണോ ചെയ്യാൻ പോണത് അതുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കുക. ക്ലിയർ? ഫോർ എക്സാമ്പിൾ സ്മാർട്ട് ഫോൺ വേരിയൻസിൻ്റെ, അതായത് ബ്രാൻഡുകളെ കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ഓൺ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ഇൻ കേരള, അവൈലബിൾ ഇൻ കേരള അല്ലെങ്കിൽ അവൈലബിൾ ഇൻ ഇന്ത്യ.
ക്ലിയർ? അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ എന്താണോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെ കൺസംഷൻ ഹാബിറ്റിനെ കുറിച്ചാണെങ്കിൽ കൺസംഷൻ ഹാബിറ്റ് അമംഗ് കോളേജ് സ്റ്റുഡൻസ്, ക്ലിയർ? അല്ലെങ്കിൽ സേവിങ്സ് ഹാബിറ്റ് അമംഗ് എംപ്ലോയീസ് ആണെങ്കിൽ സേവിങ്സ് ഹാബിറ്റ് അമംഗ് ഗവൺമെൻറ് എംപ്ലോയീസ്, ക്ലിയർ? ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് അമംഗ് ഗവൺമെൻറ് എംപ്ലോയി. ഇങ്ങനെ എന്താണ് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെ ആയിരിക്കണം വേണ്ടത്. ടൈറ്റിലൊന്നും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് വേറൊന്നായി പോകുമ്പോൾ നമ്മൾ മാറിപ്പോകും, നമ്മൾ കിട്ടാവുന്ന മാർക്ക് പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. അത് ശ്രദ്ധിച്ച് ചെയ്യണം. ദെൻ ഷുഡ് ബി മോർ സ്പെസിഫിക് റദർ ദാൻ ഗോയിങ് ജനറൽ, ക്ലിയർ? നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് തന്നെ കൊടുക്കുക, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് അമംഗ് ഗവൺമെൻറ് എംപ്ലോയി. ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസ് നമ്മൾ എടുക്കുകയോ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻ പർട്ടിക്കുലർ വില്ലേജ് ആണെങ്കിൽ പർട്ടിക്കുലർ വില്ലേജ്, അല്ല ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻ കൊഴിഞ്ഞാമ്പാറ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ അപ്പോൾ കോളേജിൽ മാത്രം എംപ്ലോയീസ് ആണെങ്കിൽ കോളേജിൽ മാത്രം എംപ്ലോയി, ക്ലിയർ? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രദേശത്താണെങ്കിൽ ആ പ്രദേശത്ത്. അപ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് എന്താണ്, അല്ലേ? കൺസംഷൻ ഹാബിറ്റ് അമംഗ്, അല്ലേ, പീപ്പിൾ ഇൻ പർട്ടിക്കുലർ വില്ലേജ്, അങ്ങനെയാണെങ്കിൽ ആ വില്ലേജിൻ്റെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വെറുതെ നമ്മളൊരു കൺസംഷൻ ഹാബിറ്റ് മാത്രം പറയുമ്പോൾ എവിടെ നിന്ന് എടുത്തു, ആരെടുത്തു, അതിൻ്റെ ഏരിയ എന്താണോ ഒന്നും അറിയില്ല, ക്ലിയർ? സാമ്പിളിങ് ഏരിയ ഒന്നും അറിയില്ല. ഇപ്പോൾ ഇവിടെ ആണെങ്കിലോ വ്യക്തമായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക, ക്ലിയർ? ജനറലായിട്ട് പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്പെസിഫിക് ആകുമ്പോൾ നമുക്കും പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം നമ്മൾ ഡാറ്റ എവിടെ നിന്ന് കളക്ട് ചെയ്യണു, അല്ലേ, എന്ത് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടൊരു ടോപ്പിക് കൊടുക്കുക, സ്പെസിഫിക്. ഷുഡ് നോട്ട് ബി കൺഫ്യൂസിങ്, ക്ലിയർ? നമ്മുടെ ടോപ്പിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വരിക, അല്ലേ? ഡ്യുവൽ മീനിങ് വരുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്തു, നമ്മൾ വിചാരിച്ച ടോപ്പിക്കിൻ്റെ കണ്ടൻറ്റ് ഇതാണ്, പക്ഷേ വരുന്ന ഒരാൾ വേറെ രീതിയിൽ വിചാരിക്കാൻ പാടില്ല, ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്ക് ഒഴിവാക്കുക, അതിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചാൽ മതി, ക്ലിയർ? ഓക്കെ. ഷുഡ് ബി ഇംപ്രസ്, അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ ടോപ്പിക്ക് ടൈറ്റിൽ പ്രോജക്റ്റിൻ്റെ ഫ്രണ്ട് എടുത്ത് ടോപ്പിക്ക് നോക്കുമ്പോൾ തന്നെ, അല്ലേ, ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നണം, ക്ലിയർ? അപ്പോൾ അങ്ങനെ തോന്നാൻ പറ്റുന്നൊരു ടോപ്പിക്കാകുമ്പോൾ മറ്റുള്ള വാല്യൂ ചെയ്യുന്ന ഒരാൾക്ക് എന്തുണ്ടാവും, താല്പര്യം ഉണ്ടാവും, നമ്മളത് കുറച്ചുകൂടെ നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യണോ, അല്ലേ? അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് നമുക്ക് ഇനി അഥവാ മുഴുവൻ പറയാൻ കഴിഞ്ഞില്ല, ഇപ്പോൾ നല്ല ടോപ്പിക്ക് ആണെങ്കിൽ റെലവൻറ്റ് ഓഫ് ദ ടോപ്പിക്, റെലവൻസ് ഓഫ് ദ സ്റ്റഡി, അല്ലേ, അതിന് മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മാർക്ക് കിട്ടും, ക്ലിയർ? ഫോർ എക്സാമ്പിൾ കണ്ടംപററി ആയിട്ടുള്ള നിങ്ങളിപ്പോൾ സാധാരണ കുട്ടികൾ ചെയ്യുന്നതിന് വ്യത്യാസമായിട്ടല്ലേ ഷെയർ മാർക്കറ്റിലുള്ള 2-3 കമ്പനിയുടെ ഷെയർസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് കമ്പയർ ചെയ്തു, അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു, അല്ലെങ്കിൽ GSTയുടെ കളക്ഷനെ സംബന്ധിച്ച് ഒരു സ്റ്റഡി ചെയ്തു, ക്ലിയർ? കളക്ഷൻ കൂടിയോ കുറഞ്ഞു പോയോ, എന്തുകൊണ്ട് കുറഞ്ഞു, പാൻഡമിക് സിറ്റുവേഷൻ GSTയുടെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, നമുക്കറിയാം ബാധിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, വാലിഡേറ്റ് ചെയ്ത് ഡാറ്റ വെച്ച് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇന്നോവേറ്റീവായിട്ട് ഒരു പുതിയ രീതിയിലൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടാവും, ക്ലിയർ? അപ്പോൾ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ക്ലിയർ? ഷുഡ് ബി റിഫ്ലക്റ്റീവ് ഓഫ് യുവർ സ്റ്റഡി, ക്ലിയർ? നമുക്ക് ഡാറ്റ കളക്ഷൻ അനാലിസിസ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഡാറ്റ കളക്ഷൻ, സ്റ്റഡി, അനാലിസിസ്, ഇതിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടോപ്പിക്കായിട്ട് മാറ്റുക, ക്ലിയർ? അതല്ലെങ്കിൽ നമ്മൾ ടോപ്പിക് ഒന്ന് വയ്ക്കും, ക്ലിയർ? ഫോർ എക്സാമ്പിൾ ചില ഒരു കുട്ടി പണ്ട് നേരത്തെ ചെയ്തതാണ്, ക്ലിയർ? അവിടെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് ഓൺ ദിസ് കമ്പനി എന്നുകൊണ്ട് കൊടുത്തു, ക്ലിയർ? എ സ്റ്റഡി ഓൺ ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഓഫ് ദിസ് കമ്പനി. പക്ഷേ എന്നിട്ട് ഉള്ളിൽ നോക്കിയപ്പോൾ അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്, ക്ലിയർ? അവിടെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ക്ലിയർ? ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായി, വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ല, ക്ലിയർ? അപ്പോൾ ഉടനെ എന്തായി, കിട്ടുന്ന മാർക്കൊക്കെ കുറഞ്ഞു പോയി ആ കുട്ടി, ക്ലിയർ? A ഗ്രേഡ് കിട്ടുന്നു, ബി ഗ്രേഡായിട്ട് മാറി പ്രോജക്റ്റിന്, ക്ലിയർ? അപ്പോൾ ഈ രീതിയിലേക്ക് മാറാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാം, ക്ലിയർ? ഇനി ഗ്രൂപ്പായിട്ട് ചെയ്യണോ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണോ, അല്ലേ? എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് എടുക്കാൻ പറ്റുക, നേരത്തെ പറഞ്ഞതാണ്, അല്ലേ? പരമാവധി 3 പേര് വെച്ചുള്ളൊരു ഗ്രൂപ്പ് ആവാം, പക്ഷേ ഇൻഡിവിജ്വലായിട്ടുള്ള ടോപ്പിക് ചെയ്താണ് നല്ലത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒന്നിച്ച് കൂടാനോ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാനോ ഒന്നിച്ച് നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു പ്രോബ്ലം, അതുപോലെ ഒന്നിച്ച് കൂടാൻ പറ്റാത്തൊരു സാഹചര്യം, ക്ലിയർ? വർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണെങ്കിലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലേ? നമുക്ക് 30 പേജ് 35 പേജ് അത്രയും വേണ്ടു റിക്വയർമെൻറ്റ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ടോപ്പിക്ക് നന്നായി ചെയ്തു കഴിഞ്ഞാൽ മതി, ക്ലിയർ? ദാറ്റ് ഈസ് ഇനഫ് ഫോർ സ്കോറിങ് മാർക്ക്, ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. ഇനി അത് തീരെ പറ്റാത്ത ആൾക്കാർ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ അന്വേഷിച്ച്, ക്ലിയർ, അത് അവരുമായി സംസാരിച്ച് ടോപ്പിക്കിൽ ചെറിയ വ്യത്യാസത്തോടു കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഒരു കമ്പനിയെക്കുറിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കമ്പനിയിൽ ഒരാൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാം, വേറൊരാൾക്ക് വേണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യാം, വേറൊരാൾക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനലൈസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നോക്കി ചെയ്യാം.
സോ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? പലപ്പോഴും നമ്മൾ പ്രോജക്റ്റിൻ്റെ ആദ്യം തന്നെ ടൈറ്റിലും ഒബ്ജക്റ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് ബാക്കിയൊക്കെ ചെയ്യുക. നമ്മൾ ഒബ്ജക്റ്റീവ് വെക്കുന്നത് എന്താ, ഇന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റഡി. ക്ലിയർ? ദ സ്റ്റഡി ഈസ് ഇൻറ്റൻഡഡ് ടു ക്ലിയർ ഫുൾഫിൽ ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്. ക്ലിയർ? അപ്പോൾ ആ ഒബ്ജക്റ്റീവാണ് നമ്മളവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി നമ്മൾ പഠിക്കുന്നത്, എന്തോ ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ, ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാണിച്ചിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള അനാലിസിസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയുള്ള ഫൈൻഡിങ്സ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കണ്ടൻസ് ഒക്കെ പോവുക. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്യുക. വളരെ കൂടുതൽ ഒബ്ജക്റ്റീവ് പാടില്ല അല്ലേ, വളരെ കുറഞ്ഞ ഒബ്ജക്റ്റീവും പാടില്ല. ഒരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്തു, അതിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡാറ്റ കളക്ട് ചെയ്തു, നല്ല രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, ദാറ്റ് ഈസ് ഇനഫ്. വെൽ ആൻഡ് ഗുഡ്. ക്ലിയർ? ഇനി 1, 2, 3 ഒബ്ജക്റ്റീവ് ആണെങ്കിൽ കാണിക്കാം. ക്ലിയർ? വളരെ 10, 15 ഒബ്ജക്റ്റീവ് ഒക്കെ വെറുതെ കാണിച്ചു. ക്ലിയർ? എന്നിട്ട് അതിൻ്റെ അനാലിസിസോ സ്റ്റഡിയോ ഡാറ്റ കളക്ഷനോ ഒന്നും ചെയ്തിട്ടില്ല. ക്ലിയർ? അപ്പോൾ പിന്നെ എന്താവും, നമുക്ക് കിട്ടുന്ന മാർക്ക് കൂടെ പോയി കിട്ടും. ക്ലിയർ? അപ്പോൾ അത് ഒഴിവാക്കുക. ക്ലിയർ? സോ ഷുഡ് ബി ക്ലിയർ ആൻഡ് മോർ സ്പെസിഫിക്. നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ടും സ്പെസിഫിക് ആയിട്ടും കാണിക്കുക. ഷുഡ് ബി ഗിവൺ ഇൻ പോയിന്റ്സ്. ക്ലിയർ? പോയിന്റ് ആയിട്ട് കാണിക്കുക. ഓക്കെ, മറ്റൊരാൾക്ക് നോക്കുമ്പോൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയിന്റ്സ് ആയിട്ട് തന്നെ എൻലിസ്റ്റ് ചെയ്യുക. ക്ലിയർ? ഇതിനെ സംബന്ധിക്കുന്ന സ്മാർട്ട് ഒബ്ജക്റ്റീവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒബ്ജക്റ്റീവ്സിൻ്റെ ഫ്രെയിമിങ്ങിനെ സംബന്ധിച്ചുള്ള സ്മാർട്ട് ഗോൾസ് അല്ലെങ്കിൽ സ്മാർട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയും. ക്ലിയർ? ഒരു ഒബ്ജക്റ്റീവ് സ്മാർട്ട് ആവുന്ന എപ്പോഴാണ്, അതാണ് അതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്മാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക്. ക്ലിയർ? എം സ്റ്റാൻഡ്സ് ഫോർ മെഷറബിൾ. എ സ്റ്റാൻഡ്സ് ഫോർ അറ്റൈനബിൾ ഓർ അച്ചീവബിൾ. ദെൻ ആർ സ്റ്റാൻഡ്സ് ഫോർ റിലവൻസ്. ക്ലിയർ? ദെൻ ടി സ്റ്റാൻഡ്സ് ഫോർ ടൈംലിനെസ്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിട്ട് മാറും? ക്ലിയർ? സ്മാർട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് സ്പെസിഫിക് ആക്കുക അല്ലേ? നമ്മൾ ഒബ്ജക്റ്റീവ് വളരെ സ്പെസിഫിക്. ക്ലിയർ? വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. ക്ലിയർ? അപ്പോൾ അതെന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ സ്റ്റഡി ഓൺ ദി അല്ലേ, ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ അല്ലേ, ടു സ്റ്റഡി ദി ഓപ്പറേറ്റിംഗ് ആൻഡ് അല്ലേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി. അപ്പോൾ ആ രീതിയിൽ അതിനെ സ്പെസിഫൈ ചെയ്യുക. ക്ലിയർ? ട്രെൻഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ. ക്ലിയർ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ. ക്ലിയർ? ടു അനലൈസ് ദി to make a study on the to make analysis of the ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ വെറുതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനേക്കാൾ എന്ത് ചെയ്യുക, SOPL പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ടു മേക്ക് എ സ്റ്റഡി ഓൺ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ ആ രീതി സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ മെഷറബിൾ. ക്ലിയർ? നമ്മൾ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ, മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് അല്ലേ. പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, പ്രോഫിറ്റിനെ മെഷർ ചെയ്യാൻ പറ്റണം അല്ലേ. പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് പറയാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള മെഷറബിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റീവാണ് അത് കൊടുക്കാൻ. ക്ലിയർ? ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്തു, പക്ഷേ അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. ടു ഐഡൻറ്റിഫൈ ദ ബ്രാൻഡ് അവയർനെസ് ഓഫ് എ കമ്പനി. ക്ലിയർ? എന്ന് വിചാരിച്ചു ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് അവയർനെസ്സിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. പക്ഷേ ബ്രാൻഡ് അവയർനെസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള യാതൊരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല. ക്ലിയർ? ആൾക്കാരുടെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അവെയർ ആണോ, അതിനെക്കുറിച്ച് എത്ര കാലമായിട്ട് അറിയാം അല്ലേ, എത്ര നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലേ, അങ്ങനെയുള്ള യാതൊരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല. അപ്പോൾ നമുക്ക് പിന്നെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചൊന്നും പറയാൻ പറ്റുമോ, പറ്റില്ല. ക്ലിയർ? അപ്പോൾ മെഷറബിൾ ആയിരിക്കണം. ക്ലിയർ? നമ്മൾ ചോദിക്കുന്ന അല്ലേ കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മെഷർ ചെയ്യാം, നമ്മൾ അനാലിസിസിലൂടെ മെഷർ ചെയ്യാൻ പറ്റണം. ക്ലിയർ? അറ്റൈനബിൾ ഓർ അച്ചീവബിൾ. ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്തു, പക്ഷേ അതിനെ നമുക്ക് സ്റ്റഡി ചെയ്യാനേ പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താവും, അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒബ്ജക്റ്റീവ് ഒരിക്കലും നമുക്ക് സാധിക്കില്ല അല്ലേ. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് വെക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വെക്കണം, അറ്റൈനബിൾ ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൂൾസോ ടെക്നിക്സോ മെത്തേഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ അതിനനുസരിച്ച് വേണം ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യാൻ. ഓക്കെ, ദെൻ റിലവൻസ്. ക്ലിയർ? റിലവൻസ് ഉണ്ടായിരിക്കും. ഒരു ടോപ്പിക്ക് നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ അതിന് റിലവൻസ് എന്നാണ് അല്ലേ. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ്, നീഡ് ഓഫ് ദ സ്റ്റഡി. ക്ലിയർ? റിലവൻസ് ഓഫ് ദ സ്റ്റഡി, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കാണിക്കും അല്ലേ. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഈ സ്റ്റഡിയുടെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റഡി അല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ റിസർച്ച് ക്വസ്റ്റ്യൻ. ക്ലിയർ? വൈ വി ആർ ഗോയിങ് ഫോർ ദിസ് കൈൻഡ് ഓഫ് സ്റ്റഡി. ക്ലിയർ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വരുമ്പോൾ റിലവൻസ് ആണ് അതിന് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള റിലവൻസ് നമ്മുടെ ടോപ്പിക്കിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ? ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്കോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം. ക്ലിയർ?
അപ്പോൾ ആ രീതിയിൽ റിലവൻ്റ് ആയിരിക്കണം. ഓക്കെ. ദെൻ ടൈംലിനെസ്. ടൈം ബൗണ്ടായിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനും പറ്റണം അല്ലേ. പ്രോജക്റ്റ് റിപ്പോർട്ട് നീണ്ടു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെബ്രുവരിയിൽ സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനുള്ളിൽ എല്ലാ വർക്കും കഴിയുന്ന തരത്തിലൊരു ഒബ്ജക്റ്റ് വെച്ചാൽ മതി. ഓക്കെ. അല്ലാതെ കുറേ ഒബ്ജക്റ്റ് വെച്ചു, നല്ല നല്ല ഒബ്ജക്റ്റാണ് വെച്ചത്, പക്ഷേ ഇതിനൊക്കെ ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസത്തേക്ക് സമയമാണ്, നമുക്ക് അത്ര സമയം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് ടൈംലിനെസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴേ എന്ത് വരുള്ളൂ? നമ്മുടെ ഒബ്ജക്റ്റീവ് സ്മാർട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് മാറും. ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ള സ്മാർട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു സെലക്ട് എ ക്ലിയർ ടോപ്പിക് ഓഫ് യുവർ സ്റ്റഡി. നിങ്ങളൊരു ടോപ്പിക്ക് ക്ലിയർ, പ്രൈമറി വേണോ സെക്കൻഡറി വേണോ, എങ്ങനെ പഠിക്കണം ഒന്ന് ഡിസൈഡ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള നിങ്ങളുടെ സൂപ്പർവൈസിങ് ടീച്ചറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. ക്ലിയർ. യു ക്യാൻ കോൺടാക്ട് അവർ ഫോൺ, അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ നിങ്ങൾ ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? കൺഫ്യൂഷൻ തീർക്കുക. അപ്പോൾ എന്നിട്ട് ഒരു ടോപ്പിക്കിലേക്ക് അറൈവ് ചെയ്യുക, നിങ്ങൾ ടോപ്പിക്ക് ഡിസൈഡ് ചെയ്യുക. ക്ലിയർ. ആ ടോപ്പിക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ, എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യുക. സോ ദാറ്റ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇൻട്രഡക്ഷൻ ചാപ്റ്റർ എഴുതാം. അത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അല്ലേ, ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത അതിൽ നമ്മുടെ നീഡ് ഓഫ് ദ സ്റ്റഡി, അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തിസിസ്, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ, ക്ലിയർ, നമ്മുടെ ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി, ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി, ക്ലിയർ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി, ഓക്കെ, അല്ലേ, ഡാറ്റ കളക്ഷൻ, അങ്ങനെ എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് പിന്നീട് പോകുമ്പോൾ നമുക്ക് വേറെ ഒന്നും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതിനെ ഡിസൈൻ, ഇതിനെ നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയാം. ഈ ഡിസൈൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇങ്ങനെ ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇൻട്രഡക്ഷൻ ചാപ്റ്റർ ആദ്യം എഴുതണ്ട, ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ക്ലിയർ നിങ്ങൾ സൂപ്പർവൈസിങ് ടീച്ചറുമായി കൺസൾട്ട് ചെയ്യുക, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുക. ക്ലിയർ. അതുപോലെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ ആ തിയറിയൊക്കെ എഴുതുക അല്ലേ. എന്താ ഇവിടെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ വരുന്ന തിയറി നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് അമംഗ് അല്ലേ, സ്റ്റുഡൻറ്റ് സേവിങ്സ് ഹാബിറ്റ് അമംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് അമംഗ് കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അല്ലേ, എന്തൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഷെയർ, ഡിവെഞ്ചർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കിലുള്ള ഇത് അല്ലേ, പ്രൊവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ്, ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യമായിട്ടുള്ള അസറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അല്ലേ. ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുക, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ, ഇത് ചെയ്യുന്നുണ്ടോ അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ടോപ്പിക്സ് അല്ലേ, തിയറി, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ തിയറി റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്, തിയറി റിലേറ്റഡ് ടു അവർ സ്റ്റഡി, തിയറി റിലേറ്റഡ് ടു അവർ ടൂൾസ്. ക്ലിയർ. നമ്മളിപ്പോൾ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കണം, AFS ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവിടെയും എഴുതി പിടിപ്പിക്കുന്നതിനേക്കാളും തിയറിയുടെ പാർട്ടിൽ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ മതി. ക്ലിയർ. എന്നിട്ട് നമ്മൾ അനാലിസിസ് ചാപ്റ്റർ വരുമ്പോൾ അത് ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ. റേഷ്യോ അനാലിസിസ് വരുമ്പോൾ എന്താണ് ഓരോ റേഷ്യോ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ്, അതൊക്കെ നമ്മൾ തിയറിയിൽ എഴുതാൻ പറ്റും. ക്ലിയർ. ഇങ്ങനെയാണ് തിയറി ബിൽ. അപ്പോൾ ഇതാണ് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താ? ഓൾറെഡി ചെയ്തിരിക്കുന്ന ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് എന്തായിരുന്നു, അവരെങ്ങനെയാണ് സമീപിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ, അവർ ചെയ്ത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അതിന് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അവരെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തിരിക്കുന്നു, എന്ത് റിസൾട്ട് കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ക്ലിയർ. അതുപോലെ പിന്നീട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യർ തയ്യാറാക്കാം ആവശ്യമുണ്ടെങ്കിൽ. ക്ലിയർ. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കാം. ക്ലിയർ. ക്വസ്റ്റ്യർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉപയോഗിച്ച് ബാക്കി ചെയ്യാം. അപ്പോൾ ഇതിലുള്ള സ്റ്റേജൊക്കെ വരണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ടോപ്പിക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലിയർ. അപ്പോൾ ടോപ്പിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ സൂപ്പർവൈസിംഗ് ടീച്ചറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൺവേ ചെയ്യുക, കൺസൾട്ട് ചെയ്യുക. ക്ലിയർ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ.